ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഫ്രൈഡ് ഡ്രസ്സ്. അപ്പോൾ ഞാനും സ്റ്റിച്ച് ചെയ്തിട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് ഡ്രസ്സ്, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രൈഡ് ഡ്രസ്സിൽ എനിക്ക് കുറച്ച് അൺകംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഹിജാബിൻ്റെ ഭാഗം നമുക്ക് ഒരിക്കലും എടുത്ത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയൊരു ഐഡിയയാണ് ഇവിടെ ഒരു സിബ് ഫിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ലൂസാക്കി ഇടാൻ വേണ്ടി പറ്റും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുകയെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ, ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ അളവെടുത്തിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ച ഭാഗം നമ്മുടെ ഫേസിൻ്റെ ഒരു മെഷർമെൻറ്റാണ്. ബാക്കി ഭാഗം നമുക്ക് സാധാരണ നോർമൽ കേസിൽ നമ്മൾ ഫ്രൈഡ് ഡ്രസ്സ് അടിക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ട് നമ്മൾ കൂട്ടി അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ കൂട്ടി അടിക്കുന്നതിന് പകരം ഞാനിവിടെ സിബ് വെക്കുകയാണ് ചെയ്യുന്നത്, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെൻ്റെ ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള പഴയൊരു സിബ്ബാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പുതിയതൊന്നുമല്ല. അപ്പോൾ സിബിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ഒഴികെ ബാക്കിയൊക്കെ ഈ ഒരു തുണീൻ്റെ ഉള്ളിലേക്ക് വെച്ച് അടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. സിബ് വെക്കാനായിട്ട് പ്രത്യേകം മെഷീൻ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ നോർമൽ മെഷീനിൽ അടിക്കുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എൻ്റെ തുണിയുമായിട്ട് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, എന്നാലും നമുക്ക് സിബ് ഇടുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ തയ്ക്കുന്ന പോലെ തന്നെ ആ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി കുറച്ച് പോർഷൻ വരുന്നുണ്ട്, അത് ഞാൻ രണ്ടും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒട്ട് കൊടുക്കുക ഓപ്ഷണലായിട്ട് ഈ സിബ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ ഒന്നും കൂടെ ഫിറ്റായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.